ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് എടുക്കുന്ന ക്ലാസ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്, അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ്. ഓക്കെ, സോ എന്താണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ടോപ്പിക്ക് കവർ ചെയ്യുന്നത്. എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് കൺസേൺഡ് വിത്ത് എൻവയറമെൻ്റൽ ഇഷ്യൂസ് കമ്മിങ് ഔട്ട് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് അതിൻ്റെ റിസൾട്ടായിട്ടുള്ള പല എൻവയറമെൻ്റൽ ഇഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പൊല്യൂഷൻ, എൻവയറമെൻ്റൽ ഡിഗ്രഡേഷൻ, ബയോഡൈവേഴ്സിറ്റി ലോസ്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്. ഇറ്റ് കമ്പൈൻസ് ബോത്ത് എൻവയറമെൻ്റൽ സയൻസ് ആൻഡ് എക്കണോമിക്സ്. എൻവയറമെൻറ്റ് സയൻസും എക്കണോമിക്സും കൂടെ അത് കമ്പൈൻ ചെയ്യുന്നു. എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് വിച്ച് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പാക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് നേച്ചർ ആൻഡ് ഫൈൻഡ്സ് ഹ്യൂമൻ സൊല്യൂഷൻസ് ടു മെയിൻറ്റെയിൻ ഹാർമണി ബിറ്റ്വീൻ മെൻ ആൻഡ് നേച്ചർ. അപ്പം മനുഷ്യൻ്റെ ഒരു സൊല്യൂഷൻ, മനുഷ്യനും പ്രകൃതിയിൽ നിന്നുള്ള ബന്ധത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം പ്രകൃതിയെ സംരക്ഷിക്കാൻ, മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആക്ടിവിറ്റിയൊക്കെ നടത്തിക്കൊണ്ടാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്. എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ടീച്ചേഴ്സ് us how to promote economic growth of nations with least environment damage. അപ്പോൾ വളരെ കുറച്ച് എൻവയറമെൻറ്റ് ഡാമേജോടുകൂടി എങ്ങനെ എക്കണോമിക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് എൻവയറമെൻ്റ് ഇക്കണോമിക്സ് കാണിച്ചു തരും. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കലി എൻവയറമെൻ്റ് ഇക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ്, അല്ലെങ്കിൽ അതെന്തൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു, ഇതെല്ലാമാണ് നോക്കുന്നത്. എൻവയറമെൻ്റ് ഇക്കണോമിക്സ് ഡീൽ വിത്ത് സെവറൽ എൻവയറമെൻ്റൽ പോളിസീസ് റിലേറ്റഡ് വിത്ത് മാനേജ്മെൻറ്റ് ഓഫ് എയർ, വാട്ടർ പൊല്യൂഷൻ, ടോക്സിക് സബ്സ്റ്റൻസസ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, global warming. So all such issues are specified under environmental economics. It addresses environmental problems and valuation of non-market environmental services. മാർക്കറ്റിൽ സർവീസ് വിൽക്കുകയില്ലാത്ത, വാങ്ങുകയില്ലാത്ത എൻവയറമെൻ്റൽ സർവീസ് ഒത്തിരി ഉണ്ട്. ഉദാഹരണത്തിന് ക്ലീൻ എയർ, അല്ലെങ്കിൽ സെനിക് ബ്യൂട്ടി ഓഫ് ദി നേച്ചർ. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചും എല്ലാം പ്രതിപാദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്. ഓക്കെ, ഇനി the analysis like market failure to measure environmental service. എൻവയറമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സർവീസുകൾ അതൊക്കെ പരിഗണിക്കുന്ന കേസിൽ, അതൊക്കെ കണക്കിലെടുക്കുന്ന കേസിൽ എക്കണോമിക്സ് പരാജയമാണ്. എക്കണോമിക്സിന് ഈ ക്ലീൻ എയറിനെയൊക്കെ എങ്ങനെ പരിഗണിക്കണം, അല്ലെങ്കിൽ എൻവയറമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യുന്ന സാധനങ്ങളെ എങ്ങനെ ടാക്സ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഴയ കാലഘട്ടത്തിൽ ഒട്ടുമേ ഒരു കാഴ്ചപ്പാടുകളില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ കുറച്ചുകൂടെ ഐഡിയ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ മാർക്കറ്റിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സാധനം ഭയങ്കരമായിട്ട് പൊള്യൂട്ട് ചെയ്തു, എൻവയറമെൻറ്റ് മോശമായിട്ട് സാധിച്ചാൽ ഇക്കോണമി അതിന് വിലക്കുറവായിരിക്കും. മണൽ, അങ്ങനെയുള്ള ഒത്തിരി സംഭവം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും അതിൻ്റെ അനാലിസിസും അതിനെക്കുറിച്ചുള്ള പോളിസി സജഷൻസുമാണ് നമുക്ക് ഈ എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ഉള്ളത്. Okay, the analysis like market failure to measure environmental services, externalities, property rights, valuing the environment as an asset, like all are some of the conceptual contributions of economics. അപ്പോൾ ഇതെല്ലാം എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്, ഇതെല്ലാമാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് നമ്മൾ പരിചയം. എക്സ്റ്റേണലിറ്റീസ്, ഒരുത്തനൊരു വ്യവസായം തുടങ്ങി മറ്റുള്ളവർക്ക് ദോഷം, അല്ലെങ്കിൽ ഒരാൾ ഒരു വനം വെച്ച് പിടിപ്പിച്ച് മറ്റുള്ളവർക്ക് നഷ്ടം, അതെല്ലാം എക്സ്റ്റേണലിറ്റീസ്. പ്രോപ്പർട്ടി റൈറ്റ്, നമ്മൾ ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസിനെയൊക്കെ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് പ്രോപ്പർട്ടി റൈറ്റായിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇല്ലെന്നാൽ ഇപ്പം അത് പ്രോപ്പർട്ടി റൈറ്റ്. പിന്നെ എൻവയറമെൻറ്റിനെ നമ്മളെങ്ങനെ ഒരു അസറ്റായിട്ട് കൂട്ടാം. എൻവയറമെൻറ്റ് നമുക്ക് ഒത്തിരി നേട്ടങ്ങളുണ്ട്, എൻവയറമെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഭാവിയിലുണ്ട്. അപ്പോൾ എൻവയറമെൻറ്റ് നമ്മൾ അസറ്റായിട്ട് പരിഗണിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് പഠിക്കും. ഇപ്പോൾ ഇമാതിരിയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എൻവയറമെൻറ്റൽ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇതൊക്കെ പടങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പലതരത്തിലുള്ള ഹ്യൂമൻ എൻവയറമെൻറ്റ് ഇൻട്രാക്ഷൻ കണ്ടോ. തീ കത്തുന്നു, വേസ്റ്റ് കൊണ്ടിടുന്നു, മനുഷ്യൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായി ഗ്ലോബൽ വാർമിങ്ങിന് ശേഷം ക്ലൈമാറ്റ് ചേഞ്ചും വരുന്നു, ഡ്രോട്ട് വരുന്നു. എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് വ്യൂ ദി എൻവയറമെൻറ്റ് ആസ് എ ഫോം ഓഫ് നാച്ചുറൽ ക്യാപിറ്റൽ. അപ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു ക്യാപിറ്റലായിട്ട്, ഒരു ഒരു അസറ്റായിട്ട് നമ്മൾ എൻവയറമെൻറ്റിനെ കാണും. ഓക്കെ, എന്തിനൊക്കെയാണ് ആ ക്യാപിറ്റൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു ലൈഫ് സപ്പോർട്ടിനുണ്ട്. ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുക, ജീവനെ സപ്പോർട്ട് ചെയ്യുക. ശരിയല്ലേ, നമുക്ക് എയർ തരുന്നു, നമുക്ക് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ലൈഫ് തരുന്നു, അങ്ങനെ ലിവിങ് കണ്ടീഷൻസ്, ഹാബിറ്റാറ്റ് തരുന്നു, ആവാസ വ്യവസ്ഥ നമുക്ക് തരുന്നു, പിന്നെ നല്ല സെനിക് ബ്യൂട്ടിയുള്ള സ്ഥലങ്ങൾ നമുക്ക് തരുന്നു, നമുക്ക് കൃഷി ചെയ്യാൻ ലാൻഡ് തരുന്നു. ശരിയല്ലേ, അപ്പോൾ നമുക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് മറ്റ് സംഭവങ്ങളൊക്കെ തരുന്നു. അങ്ങനെയുള്ള എല്ലാം ഈ എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് നമുക്ക് ചെയ്തു തരും. അമ്യൂണിറ്റി ആൻഡ് അതർ ഫങ്ഷൻസ് ദാറ്റ് കനോട്ട് ബി സപ്ലൈഡ് ബൈ മാൻ മെയ്ഡ് ക്യാപിറ്റൽ. ഇതൊന്നും മനുഷ്യൻ്റെ ക്യാപിറ്റലിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പ്രകൃതിയിൽ ഇതൊക്കെ ഉള്ളതാണ്.
this stock of natural capital includes natural resources, പ്രകൃതി വിഭവങ്ങൾ, put ecological systems, like animals, plants, insects, then microorganisms. All such items are coming under ecological system. Land, biodiversity and other attributes, ഇതെല്ലാം എന്തുണ്ട്, എൻവയറമെൻറ്റിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എൻവയറമെൻ്റൽ ഇക്കണോമിക്സ്. ഓക്കെ, നമ്മൾ എന്തൊക്കെ പഠിക്കാൻ പോകുന്നു അതൊക്കെ എൻവയറമെൻ്റൽ ഇക്കണോമിക്സിൻ്റെ ഭാഗമായിരിക്കും. ഇനി എൻവയറമെൻ്റൽ ഇക്കണോമിക്സിൻ്റെ ഒറിജിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് ജനിച്ചത്. എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ഡെവലപ്പ് ഇൻ ഇസ് പ്രസൻറ്റ് ഫോം ഇൻ ദ 1960s ആസ് ആൻ അവയർനെസ് ഇൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അബൌട്ട് റൈസിംഗ് പൊല്യൂഷൻ, ഡീഗ്രേഡിംഗ് എൻവയറമെൻറ്റ് ആൻഡ് ഇറ്റ്സ് കണക്ഷൻ വിത്ത് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്നത്തെ ഫോമിൽ 1960s ശരിക്കും എൻവയറമെൻ്റൽ ഇക്കണോമിക്സ് ഒരു ബ്രാഞ്ചായിട്ട് ജനിച്ചത്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ പൊല്യൂഷൻ വരുന്നു, അതുപോലെ എൻവയറമെൻറ്റിനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് എക്കണോമിക് ആക്ടിവിറ്റി ഭയങ്കര ബന്ധം. ഇക്കണോമിക് ആക്ടിവിറ്റി മൂലം എന്ത് സംഭവിക്കുന്നു, പൊല്യൂഷനും എൻവയറമെൻറ്റ് ഡീഗ്രേഡേഷനും വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പഠനമായിട്ടാണ് ഈ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് 1960s ജനിച്ചത്. ദി ഹൈ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി വാല്യൂ റിസോഴ്സ് ആൻഡ് ദ ഡിപ്ലീഷൻ പ്രൊമോട്ട് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇക്കണോമിക് മെഷേഴ്സ് ടു കൺട്രോൾ ദം. ഓക്കെ, അപ്പോൾ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റേഷൻ ഭയങ്കരമായിട്ട് നടക്കുന്നു, റിസോഴ്സസിൻ്റെ ഡിപ്ലീഷൻ, റിസോഴ്സ് തീർന്നു പോകുന്നു എക്കണോമിക് ഡെവലപ്മെൻറ്റ് മൂലം. അതുകൊണ്ട് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില മെഷേഴ്സൊക്കെ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് ഉണ്ട്. ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഹവ് എൻകറേജ് ഇൻവെൻഷൻ ഓഫ് ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് ടു റെസ്ട്രിക്ട് ആൻഡ് ഗൈഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും അതിൻ്റെ മോശഫലവും. അതുകൊണ്ട് എന്ത് ചെയ്തു, പലതരത്തിലുള്ള ഇക്കണോമിക് ഇൻസെൻറ്റീവ്സ് നമ്മൾ കൊടുക്കുക. എന്തിന്, പെട്രോള് അല്ലെങ്കിൽ ഡീസൽ അതിൻ്റെയൊക്കെ വില കൂട്ടി അതിൻ്റെ കൺസംഷൻ കുറയ്ക്കണം. സോളാർ എനർജിയുടെ സബ്സിഡി കൊടുത്ത് അതിൻ്റെ കൺസംഷൻ കൂട്ടണം. അങ്ങനെ പലതരത്തിലുള്ള ഇൻസെൻറ്റീവ്സ്, വനം വെച്ച് പിടിപ്പിക്കുന്നതിന്, വനം മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മണ്ണൊക്കെ ഒലിച്ചു പോകാതിരിക്കും. ഇങ്ങനെ പല ഇൻസെൻറ്റീവ്സും നമ്മൾ കൊടുത്തിട്ട് എൻ്റെ ഹ്യൂമൻ ആക്ടിവിറ്റിയെ റെസ്ട്രിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുക. Okay, so that is about this what we can say the origin of environment economics, is how the subject has been originated, how it has been what we can say evolved over the last how much 50 or 60 years. Okay, അപ്പോൾ ഇതാണ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സിൻ്റെ ഒരു ഒറിജിൻ. 1960s ഇങ്ങനെയുള്ള പുതിയ മനുഷ്യനെ സംബന്ധിച്ച് എൻവയറമെൻറ്റ് സംബന്ധിച്ചുള്ള ഇഷ്യൂസൊക്കെ അത് കവർ ചെയ്ത്. നോ, സ്കോപ്പ് ഓഫ് എൻവയറമെൻറ്റ് എക്കണോമിക്സ്. എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു സ്കോപ്പ്? The importance of environmental economics lies in the fact that absolutely all economic activities performed by mankind are intrinsically linked with its environment. അപ്പോൾ മനുഷ്യൻ്റെ എൻവയറമെൻറ്റുമായിട്ട് ഏറ്റവും അധികം ബന്ധമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ആക്ടിവിറ്റിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ ആക്ടിവിറ്റി ഫലമായിട്ട് എൻവയറമെൻറ്റിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് പഠിക്കുക തന്നെ ചെയ്യണം. ഇതാണ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സിൻ്റെ സ്കോപ്പ്. മനുഷ്യൻ്റെ ബിസിനസ് തുടങ്ങണം, എൻവയറമെൻറ്റൽ എഫക്റ്റ് ഇല്ലേ ഉണ്ട്. ഈ മനുഷ്യനൊരു ഇൻഫ്രാസ്ട്രക്ചർ റോഡ് പണിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, അന്നേരം എൻവയറമെൻറ്റൽ എഫക്റ്റ് വരുന്നുണ്ട്. സോ ഓൾ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഹാവ് ടു സ്റ്റഡി ദി എൻവയറമെൻറ്റൽ impact of what we can say economic activities of the human beings. Okay, so that is why this subject has been developed. അപ്പോൾ നമ്മൾ developed as well as it is the is the subject matter of this subject. ഈ സബ്ജക്റ്റിൻ്റെ ഒരു സബ്ജക്റ്റ് മാറ്റർ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇത് സ്കോപ്പ് ഇതാണ്. ഏത് ഈ എൻവയറമെൻറ്റ് ഇക്കണോമിക്സിൻ്റെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ പ്രകൃതിക്കുണ്ടായ നഷ്ടങ്ങളും അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങളും അതുവഴി അൾട്ടിമേറ്റ്ലി ഹ്യൂമൻ ബീങ്സിന് ഒരു നഷ്ടങ്ങൾ വരുന്നുണ്ട്, മനുഷ്യൻ ജീവിക്കാൻ പറ്റാതെ വരും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നതാണ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഓഫ് റൈസിങ് പൊല്യൂഷൻ കൂടുക, ശരിയല്ലേ? എന്ത് ചെയ്താലും വേസ്റ്റ് ഉണ്ടാവുക, നമ്മളതെല്ലാം പ്രകൃതിയിലോട്ട് വിടുക, പ്രകൃതിക്ക് താങ്ങാൻ പറ്റാതെ വരിക, തിരിച്ചത് നമുക്ക് മോശഫലങ്ങളായിട്ട് വരിക. ശരിക്കും എല്ലാം സൈക്ലിക്കിലാണ്. നമ്മൾ ബൂമറാങ് പോലെ പ്രകൃതി ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ അത് തിരിച്ച് നമുക്ക് തന്നെ വരും. ഓക്കെ, സോ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. റൈസിങ് പൊല്യൂഷൻ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് വാട്ട് ഓൾ ഐറ്റംസ്, റൈസിങ് പൊല്യൂഷൻ, ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് യു യൂസ്ഡ് യെസ്റ്റർഡേ cannot be used now because those resources are depleted means exhausted or has been completely wiped out or used out. There is no resource at all available for the future generation use. Okay, so mass extinction of species, കൂട്ടമായിട്ട് ജീവികൾ അങ്ങ് ഇല്ലെന്നായി പോവുക, ഡിസപ്പറി എസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വംശനാശം വരികയാണ്. ഓക്കെ, ദെൻ ക്ലൈമാറ്റിക് ചേഞ്ച് കോസ്ഡ് ബൈ എക്കണോമിക് ആക്ടിവിറ്റീസ്. വി ഷുഡ് മേക്ക് എ റീതിങ്കിങ് അബൌട്ട് ദി എക്കണോമിക് കണ്ടന്റ് ഓഫ് എക്കണോമിക്സ്. നമ്മളപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനും ഒരു എൻവയറമെൻ്റൽ ഔട്ട്കം ഉണ്ട്.
ശരിയല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ എൻവയറമെൻറ്റ് എൻവയറമെൻറ്റ് ഔട്ട്കത്തെക്കുറിച്ച് പറയാതെ നമ്മൾ എക്കണോമിക്സിലെ കാര്യം മാത്രം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. വെൻ യുവർ economic activities are creating some environmental effects, you have to study environmental effects as a part of your economics curriculum. ശരിയല്ലേ? അപ്പോൾ നമ്മളെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു, പിന്നെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു, റോഡ് വെട്ടാൻ പറഞ്ഞു, പാലം പണിയാൻ പറഞ്ഞു, വനത്തിൻ്റെ അകത്തൂടെ വനത്തിൻ്റെ അകത്ത് കനി കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം ഇവയ്ക്കൊക്കെ അഡ്വൈസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രവൃത്തിയുടെ അഡ്വൈസ് ഫലം കൂടെ നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ആ പഠിച്ച അതിനനുസരിച്ച് ഈ നമ്മുടെ ഇക്കണോമിക് ആയിട്ട് റെഗുലേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. സോ ദർ ഈസ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദി എൻവയറമെൻറ്റ്. So you cannot isolately or separately study economic issues. When your economic interactions or activities in the economy, in the society creates a lot of bad environmental effects, you have to study. You should have the courage or willingness to study about what we can say the environmental effect you create when you are performing some economic activities. Okay, so that is the subject matter or scope of environmental economics. Okay, delete it. Now, any study on the economic content of production, distribution, every economic activity based on production creates some product and creates some waste. Okay, so when you are producing something, you use some inputs. Those inputs are coming from the environment. Okay, so when you are collecting such inputs, it will have impact on the environment. Okay. Now, similarly, when you are using a product, that product may leave waste. So that also are left in the environment. So using the input, creating the waste, both will have environmental effect. Okay. So when you are doing this activity of production, which you say that is only economic activity, and at the same time you are creating a waste and putting pressure on the environment, you should study this topic as well. The outcome of your activity should be considered directly. That is why there is strong connection between, or you should consider environment economics as an important area of what? Economics. Okay, that is why we are studying environment economics. Let me remove that. Okay, so a study on economic content of production, distribution, development, etc. cannot be complete without touching upon the environmental aspect of externality means somebody else, a rich man in our neighborhood started a business enterprise, a quarry, or some other firm or business institution which is utilizing your water, okay, which is polluting your water. So whether you will agree with him, or definitely you are going to quarrel with him. Definitely you are going to at least make a discussion about the economic impact of his production, because the benefits of that production goes to him, but its bad effect on wastage, pollution of water, etc., it will be on you only. You are getting only cost, you are not getting any benefit. That guy is getting the benefit, so that you are going to make a discussion with him, you will be making complaint with the police, so such a situation come. Okay, so that situations should be considered. So that is one of externality, somebody, an input, so an outcome because of not your activity but some other's activity, external. There will be positive externality, there can be negative externality, similarly there can be pollution, damage, damage to anything, damage to the ecosystem, damage to the habitat, damage to the biodiversity, everything, any damage due to the economic activities of human beings, especially that on the environment, will create negative effect on our future. Okay, exhaustion means depletion. Exhaustion means the resource is almost declining rapidly because of your use. Similarly, depletion means the resource is almost completely used. Okay, there is no stock at all. That situation is called depletion. All these are outcomes of your economic activity. When your economic activity creates such outcomes, you should have the courage, or what we can say, the at least the broad-minded, if we can say in other ways, to study about the environment economics, the different aspects of environment economics. Okay, now the scope of environment economics is deeply connected with the economic interaction between economic activities and environment. അപ്പോൾ നമ്മളതിൻ്റെ സ്കോപ്പ് എന്താണ്? Scope says that there is an interaction between economic activities on the one hand and environment on the other hand. Here following ideas point out the scope of environment economics.
നമ്മളിതിൻ്റെ സ്കോപ്പ് പറയാം, കുറേ പോയിന്റുകളിൽ ഇങ്ങനെ പറയാം എന്താണ് ഇതിൻ്റെ സ്കോപ്പ്. ഫസ്റ്റ് ഈസ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് വാല്യൂസ് എൻവയറമെൻറ്റ് ഇമ്പാക്ട്സ് വെൻ അസസിങ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇക്കണോമിക്സ് വാല്യൂസ് എൻവയറമെൻറ്റ് ഇമ്പാക്ട്സ് വെൻ അസസിങ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് അസസ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻവയറമെൻറ്റൽ ഇമ്പാക്റ്റ് നമ്മൾ പഠിക്കണം. ശരിയല്ലേ? ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഔട്ട്കം ആയിട്ടുള്ള എൻവയറമെൻ്റലായിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് ഇല്ലേ, നമ്മൾ ഇന്നലെ കപ്പ നടുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കൈച്ചക്ക നടുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാത്തിനും ഒരു എൻവയറമെൻ്റ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്കതിനുള്ള ആവശ്യമില്ലെങ്കിലും സർക്കാർ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കണം. നമ്മൾ മീൻ, ഈ ചായ എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, അത് നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കഴിക്കുന്നത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമില്ലായിരിക്കും കേട്ടോ. എനിക്ക് വലിയ ഭയങ്കര ഇഷ്ടം കൂടുതലോ കുറവൊന്നുമില്ല. ഈ സമയത്ത് ആ മീനെക്കുറിച്ച് പറയുന്നതൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ സമയത്ത് കഴിക്കുമ്പോഴത്തേക്ക് എൻ്റെ വയറ്റിൽ ഇഷ്ടംപോലെ മുട്ടയുണ്ട്. ഏത് മീനിൻ്റെ വയറ്റിലും മുട്ടയുണ്ട് ഇല്ലേ? ഉണ്ട്. അപ്പോൾ എത്ര മീനെ നമ്മൾ തിന്നുന്നത്? എത്ര ഭാവിയിലുണ്ടാകാമായിരുന്ന മീനിനെ നമ്മൾ തിന്നുപോയതല്ലേ? അപ്പോൾ നമ്മൾ ഈ സമയത്ത് അത് കഴിക്കാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ ഈ സമയത്ത് അതിൻ്റെ റെഗുലേഷൻ ആവശ്യമാണ്. ഗവൺമെൻറ് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള സമയത്ത് ഒരു കാരണവശാലും എന്താണ് ട്രോളിങ് ബാനൊക്കെ കൊണ്ടുവന്ന് മീനെ കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന്. അപ്പോൾ അത് പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ വലിയ നമുക്ക് പിന്നെ തിന്നാലോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരു റെഗുലേഷൻ അവിടെ ആവശ്യമാണ്. അപ്പം ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? അതാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ദെൻ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് എൻവയറമെൻറ്റൽ പ്രോബ്ലംസ്, എക്സാമിൻ ദർ കോസസ് ആൻഡ് മേക്ക് സജഷൻസ്, solutions. So all those are what we can say responsibility for environment economics. When you are studying a subject like environment economics, you have the responsibility to suggest which are the measures and that should be adopted by government to control what we can say pollution and other bad economic activities which results in negative environmental effects. Okay, then environment economics helps to design environmental regulations. നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും environment economics നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. Environment economics helps to give correct value of the environmental goods, services and natural resources. ഓക്കെ, അപ്പോൾ കറക്റ്റ് എൻവയറമെൻറ്റൽ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും നാച്ചുറൽ റിസോഴ്സിൻ്റെയും കറക്റ്റ് വാല്യൂ നമുക്ക് കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ വരുന്ന മണലിൻ്റെ വാല്യൂ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഒത്തിരി മീൻ മുട്ടയിട്ടുണ്ടായിരുന്നു, ആ മീനൊക്കെ പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. നമുക്ക് വീട് പണിതെന്നുള്ള ശരി തന്നെയായിരിക്കും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിന് കൃത്യമായിട്ട് അതിൻ്റെ ഇക്കണോമിക് എഫക്റ്റ് എന്താണ്, അതിൻ്റെ എൻവയറമെൻറ്റൽ എഫക്റ്റ് എന്താണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റണം. ദിസ് എൻഷുവേഴ്സ് ഒപ്റ്റിമം ആൻഡ് സസ്റ്റൈനബിൾ യൂസ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇങ്ങനെ വരുമ്പം റിസോഴ്സസിനെ വളരെ കൃത്യമായിട്ടും ഒപ്റ്റിമമായിട്ടും വളരെ മികച്ച രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Then environment economics suggests several sustainable development based steps like proper rights to avoid overexploitation of resources ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പ്രകൃതിക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഒത്തിരി സജഷൻസ് എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് ചെയ്യുന്നുണ്ട്. എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് ഹെൽപ്സ് ടു ഡെവലപ്പ് എൻവയറമെൻറ്റ് അക്കൗണ്ടിങ്. എൻവയറമെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എൻവയറമെൻറ്റിൽ എന്തൊക്കെ വാല്യൂസ് ഉണ്ട് ചരിത്രം ഒന്നും കേട്ടോ. ഓക്കെ, സോ എൻവയറമെൻറ്റിൽ എത്രമാത്രം എന്തുണ്ട് ഗുണങ്ങളുണ്ട്, എത്രമാത്രം ഐറ്റംസ് ഉണ്ട്, ഇക്കോസിസ്റ്റം, അതിൻ്റെ വാല്യൂസ്, ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നതാണ് എൻവയറമെൻറ്റൽ അക്കൗണ്ടിങ്. സിസ്റ്റം ഓഫ് എൻവയറമെൻറ്റ് അക്കൗണ്ടിങ് എന്നൊരു കോൺസെപ്റ്റ് വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയറമെൻറ്റ് അക്കൗണ്ടിങ്ങിലൂടെ എൻവയറമെൻറ്റിൽ ഉണ്ടാകാവുന്ന എൻവയറമെൻറ്റിലെ അസറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ എൻവയറമെൻറ്റ് അക്കൗണ്ട് ഇക്കണോമിക് ആക്ടിവിറ്റി ഫലമായിട്ട് GDP കൂടി എൻവയറമെൻറ്റ് ആയിട്ട് പോയി അങ്ങനെയുള്ള രീതിയിൽ അക്കൗണ്ടിങ് ഉണ്ട്. ഓക്കെ, ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ദി പ്രൈമറി ഫാക്ടർ ദാറ്റ് അഫക്ട് സസ്റ്റൈനബിലിറ്റി ഓഫ് എൻവയറമെൻറ്റ്. ഈ എൻവയറമെൻറ്റിൻ്റെ സസ്റ്റൈനബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണ്, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് പഠിക്കണം. ഓക്കെ, ദെൻ എൻവയറമെൻറ്റ് ഇക്കണോമിക്സ് സജസ്റ്റ് റെമഡിയൽ മെഷേഴ്സ് ലൈക്ക് കാർബൺ ഡയോക്സൈഡ്. എന്തെല്ലാം ഇക്കണോമിക് ആയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് എൻവയറമെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡ് ഏത് കമ്പനിയാണോ പുക വെളിയിലേക്ക് തള്ളുന്നത് അമാരെ പിടിച്ച് ടാക്സ് ചെയ്യുക. കാർബൺ ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒരു വനം ഞാൻ ചുടിപ്പിച്ചു 10 ടൺ കാർബൺ ഒരു ദിവസം അത് അബ്സോർവ് ചെയ്യും. അങ്ങനെ ഈ 10 ടൺ കാർബൺ ബഹിർഗമിപ്പിക്കുന്ന കമ്പനിക്ക് ഇപ്പം എൻ്റെ 10 ടൺ കാർബൺ സ്വീകരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് വിൽക്കുമ്പോൾ എനിക്ക് ഇതൊരു നേട്ടം കിട്ടും. എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ട ഒരു ബെനിഫിറ്റ് ആണുള്ളത്. ഒരു സെക്കൻഡ്, ചിത്രം ഒന്ന്. Environmental protocols, taxes, subsidies, etc. to ensure the protection of environment. അപ്പം എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ
കാർബൺ ക്രെഡിറ്റ്, എൻവയറമെൻറ്റൽ പ്രോട്ടോക്കോള്, പിന്നെ ടാക്സസ്, സബ്സിഡി, ഇതൊക്കെ നമ്മൾ എന്ത് ടാക്സ് അടപ്പത് എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, എന്ത് സബ്സിഡി കൊടുക്കണം എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ അങ്ങനെയുള്ള മെഷേഴ്സ്, എൻവയറമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെഷേഴ്സൊക്കെ നമുക്ക് എൻവയറമെൻറ്റ് ഇക്കണോമിക്സിൻ്റെ കീഴിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് the environmental economic remedial measures that can be suggested under environmental economics. So that is about the scope of environmental economics. Okay, what are the items that we are what are the areas we study that is mentioned under environmental economics, etc. Okay, ഇനി നമുക്ക് അടുത്ത റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയറമെൻറ്റൽ ഇക്കണോമിക്സ് ആണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇപ്പോൾ എനിക്ക് PGയുടെ ക്ലാസ് ആണ് സമയമായി, നിങ്ങൾ ഭയങ്കര താമസിച്ചാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് പോവാണ്. ഈ ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, സി യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത തിങ്കളാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, വെൽക്കം.